തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം 9, 11 തീയതികളിലായി നടക്കുക. 11-ാം തീയതിയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ചെറുപുഴ പഞ്ചായത്തും അതിൻ്റെ ഭാഗമായി 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ൽ നിന്ന് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പിടിച്ചെടുത്ത് LDF-ൻ്റെ ഭരണസമിതിയായി. 19 അംഗങ്ങളുണ്ടായിരുന്ന ഭരണസമിതിയിൽ 13 പേർ LDF-ൻ്റെ പക്ഷത്തുള്ളവരായിരുന്നു. അപ്പം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നിട്ട് 5 വർഷം ചെറുപുഴ പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാരിൻ്റെ സഹായത്തോടെ ചെയ്തത് മുതൽ ചെറുപുഴ പഞ്ചായത്തിലെ ഇടത്തരക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും നല്ല നിലയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ജനങ്ങൾക്കിടയിൽ എവിടെയും ഈ ഭരണസമിതിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം, അഴിമതിയുടെ ഏതെങ്കിലും ഒരു അക്ഷരം ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ ആ നിലയ്ക്ക് കിട്ടുന്ന പണം, സമ്പത്ത് പൂർണ്ണമായും ഈ പഞ്ചായത്തിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള വികാസത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഉറപ്പാണ് LDF തുടരും വികസനം എന്നത്. നടത്തിയ വികസനത്തിൻ്റെ തുടർച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങളൊരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട്. ആ പ്രകടന പത്രികയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ 19 വാർഡ് എന്നുള്ളത് 20 വാർഡായി. 20 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടെ, നല്ല യോജിപ്പോടെ, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഞങ്ങൾക്ക് സീറ്റ് വിഭജനത്തിൻ്റെ ചർച്ചയ്ക്ക് മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല. ആദ്യത്തെ ഒരു ഇരുത്തത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടായി നല്ല ഐക്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നു. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതി LDF-ൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള നല്ല പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോമിനേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ റിബലുകളൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് റിബലുകളില്ല. മത്സരത്തിന് കുപ്പായം തയ്യാറാക്കി വന്ന ആളുകളും LDF-നകത്തില്ല. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ നല്ല നിർബന്ധത്തോടെ ആണ് ഓരോ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ. ആ നിലയ്ക്കാണ് LDF മുമ്പോട്ട് പോകുന്നത്. എന്നാൽ UDF-നെ സംബന്ധിച്ച് അതല്ല. UDF-നകത്ത് പടലപ്പടക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനിടയിൽ അല്പം സംഘർഷമായിട്ടുള്ള പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ റിബലുകൾ ഇപ്പോഴും നിലവിലുണ്ട് താനും ചില വാർഡുകളിലെല്ലാം. അതൊന്നും എണ്ണി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധന എല്ലാം കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥികൾ അവരവരുടെ യഥാർത്ഥ പേരോടുകൂടി ഇറങ്ങുകയാണ്. അതിൽ 10-ാം വാർഡിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോയ്സ് പുത്തമ്പരയാണ് സ്ഥാനാർത്ഥി കൊടുത്തത്, നോമിനേഷൻ കൊടുത്തത്. ഡെമ്പി സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരാൾ ഉണ്ടായിരുന്നതായിരുന്നു. എന്നാൽ ഡെമ്പി സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ട പിൻവലിച്ചല്ലോ. UDF-ൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് രണ്ട് ടീമിൻ്റെ അപ്പുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നോമിനേഷൻ പൂരിപ്പിച്ചപ്പോൾ അദ്ദേഹം അല്ല എല്ലാവരും സത്യസന്ധമായിട്ട് മാത്രമേ നോമിനേഷൻ അതിനകത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സത്യസന്ധമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സത്യസന്ധമായിട്ട് എഴുതണമല്ലോ. ഏതെങ്കിലും കാര്യത്തിലെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ.
അതിൽ സത്യസന്ധമായി എഴുതിയപ്പോൾ അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ്. പോക്സോ കേസിലെ പ്രതി സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥിനിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ കോടതി, കീഴ്ക്കോടതി ആ കുറ്റവിമുക്തരാക്കി, വെറുതെ വിട്ടു. സ്വാഭാവികമായിട്ടും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയാണ്. ഇതിൽ ചില വസ്തുതകളുണ്ട് എന്ന് ബോധ്യം വരുമ്പോഴാണല്ലോ സർക്കാർ അപ്പീലിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ അപ്പീലിന് പോവുകയാണ്. 2 അപ്പീൽ കേസുകൾ ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളെ അവരോട് അപമര്യാദയായി പെരുമാറുക, മോശമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ അവരും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്തു. പോലീസ് കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് അയച്ചപ്പോൾ ആ കേസ് സ്ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അദ്ദേഹം സമീപിച്ചു. അതിനെതിരായി സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഞങ്ങളെ കൂടെ കേൾക്കണം എന്ന നിലയ്ക്ക് വനിതകൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം 3 കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ UDFന്റെ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം അല്പമെങ്കിലും ധാർമ്മികതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. പോക്സോ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ ഹൈക്കോടതിയിൽ കേസ് വിചാരണയ്ക്ക് നിൽക്കുന്ന ഒരു ഘട്ടം സ്വാഭാവികമായിട്ടും ധാർമ്മികതയുണ്ടെങ്കിൽ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ആളെ മത്സരരംഗത്ത് ഇറക്കുമോ? കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോ ജനങ്ങൾ ബോധ്യം ഉണ്ടാവുമെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ, UDFകാർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു നില ഇനി ചെറുപുഴ പഞ്ചായത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന മിനിമം മനോഭാവമെങ്കിലും അവർ പ്രകടിപ്പിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ഇത് സംബന്ധിച്ചെല്ലാം കോൺഗ്രസും UDF നേതൃത്വം ഒക്കെയാണ് വ്യക്തമാക്കേണ്ടത്. 10ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള മത്സരമാണ്, സത്യവും അസത്യവും തമ്മിലുള്ള മത്സരമാണ്. അതോടൊപ്പം തന്നെ ഒരു ഇത്തരത്തിലുള്ള 2 ആളുകൾ മത്സരിക്കാന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ നല്ല നിലയ്ക്ക് തന്നെ വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾ വികസനത്തിൽ ദാഹിക്കുന്നവരാണ്. ആര് ജയിച്ചാലാണ് വികസനം നടക്കുക ഫലപ്രദമായി എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ആ വാർഡ് മാത്രമല്ല, ഈ പഞ്ചായത്തിലാകെ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റൊന്നും പറയുന്നില്ല, വസ്തുതാപരമായ കാര്യങ്ങൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തെല്ലാം ഇങ്ങനെ പുറപ്പെട്ട് ആളുകളോടുള്ള, ജനങ്ങളോടുള്ള വെല്ലുവിളി നടത്തുന്നത് ഗുണകരമാവില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ളത്. സ്വാഭാവികമായിട്ടും വസ്തുത അറിയാത്ത ഒരു മാതാവ്, ആ മാതാവ് കരയാം, സ്വാഭാവികമായിട്ട് അവർക്ക് വേദനയുണ്ടാവും. ഒരു മകൻ ഇത്തരത്തിലെല്ലാം പെട്ടുപോകുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന ദുഃഖം സഹിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. എന്നാൽ ഈ പീഡനത്തിന് ഇരയായിട്ടുള്ള കുട്ടിയുടെയും കുട്ടിയുടെ മാതാപിതാക്കളുടെയും കണ്ണുനീരിന് ഒരു വിലയുമില്ലേ? അവരുടെ കണ്ണുനീരിനല്ലേ വില കൽപ്പിക്കേണ്ടത്? ഇതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട വിഷയം, ചർച്ച ചെയ്യേണ്ട വിഷയം. അതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്ന ഒന്ന് കൈമോശം വരാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഈ ധാർമ്മികതയെ ശക്തിപ്പെടുത്താനും അധാർമികതയെ പരാജയപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള
നിലപാടിലേക്ക് എത്തണം എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. മറ്റു പ്രധാനപ്പെട്ട കാര്യം പോക്സോ എന്നത് വാക്ക് വരച്ചുപോയി എന്നാണ്. ഞങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടാവുകയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതിൽ പ്രതിഷേധിക്കുക. വേറെ തർക്കമുള്ളൊരു കാര്യമില്ല. ഈ കണ്ണീരിൻ്റെ വില 6 കൊല്ലമായിട്ട് അപ്പീൽ സമർപ്പിച്ച് ഇവിടെ ആ അപ്പീലിൻ്റെ ഭാഗമായി വിചാരണ ഘട്ടത്തിൽ എത്തിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ 6 കൊല്ലമായിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെയും കുട്ടിയുടെയും ഒക്കെ കണ്ണീരിൻ്റെ വില കൂടി പരിഗണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാകുമായിരുന്നെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തർക്കമുന്നയിക്കേണ്ടി വരില്ലായിരുന്നു. അദ്ദേഹത്തെ വേട്ടയാടി എന്നാണ് പറയുന്നത്. ഞങ്ങളാരും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടില്ല. CPM ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരെയും വേട്ടയാടിയിട്ടില്ല. കഴിഞ്ഞ 9 കൊല്ലമായി LDFിൻ്റെ ഭരണം കേരളത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിന് അകാരണമായി ചെയ്യാത്ത കുറ്റത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായി എന്ന് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർക്കോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോ പോലും പരാതി ഉണ്ടാവാനിടയില്ല. ആളുകളെ രാഷ്ട്രീയ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുക എന്ന് പറയുന്നത് LDFിൻ്റെ നയമല്ല. ഞങ്ങൾ അതിനൊരു പരിശ്രമം നടത്തിയിട്ടില്ല. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക സ്വീകരിക്കുന്ന ഘട്ടത്തിൽ, സൂക്ഷ്മപരിശോധന നടക്കുന്ന ഘട്ടത്തിൽ 2 വാർഡിലെ പത്രികയാണ് മാറ്റിവെച്ചത്. നാമനിർദ്ദേശ പത്രിക 2 വാർഡിലെ പത്രിക മാറ്റിവെച്ചു. ഒന്ന് ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക, 15-ാം വാർഡിലെ സീമ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പത്രിക മാറ്റിവെച്ചു. അതിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്വീപ്പറായിട്ട് 2024 ഒരു 2 മാസം താൽക്കാലിക സ്വീപ്പറായിട്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു. വേതനത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉറവിടം രേഖപ്പെടുന്ന ഘട്ടത്തിൽ അത് എഴുതി, സത്യസന്ധമായിട്ട് എഴുതിയാണ്. അപ്പം ജീവനക്കാരിയാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യം പറഞ്ഞ് പത്രിക മാറ്റിവെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വെറ്റിനറി സർജനോട് അവരവിടുത്തെ ജീവനക്കാരിയല്ലെന്ന്, ഇപ്പോൾ മറ്റൊരാളാണ് അവിടുത്തെ ജീവനക്കാരിയെന്ന്, നിയമന ശുപാർശ ഉണ്ടായിരുന്ന കുടുംബശ്രീക്കാരുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റിന് ഹാജരാക്കിയിട്ട് സ്വാഭാവികമായിട്ടും അക്കാര്യം അവസാനിക്കേണ്ടതാണ്. പക്ഷേ UDFിന് നേതൃത്വം എഴുതി പരാതി കൊടുത്തതിനകത്ത് അവർ പരാതിയിൽ പറയുന്നത് നാളെ രാവിലെ 24-ാം തീയതി രാവിലെ 10 മണിക്ക് മാറ്റിവെച്ചാണ്. ഞങ്ങളുടെ വാദം കൂടെ കേട്ടിട്ട് മാത്രമേ പത്രിക സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളതാണ്. ദോഷിയുടെ പത്രികയും 24-ാം തീയതി 10 മണിക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളൊരു തർക്കം ഉന്നയിച്ചിട്ടില്ല. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ കേസിൻ്റെ വിവരങ്ങൾ അടങ്ങിയ രേഖ പരിശോധിക്കുമ്പോൾ ഇത്തരം കേസിൽപ്പെട്ടവരാൾക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ വിദഗ്ധ ഉപദേശത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഞാനിരുന്നതിൻ്റെ അടുത്ത് ആലയ് ബാലൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും മനോജ് വടക്കൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും തർക്കം ഉന്നയിച്ചിട്ടല്ല. ഞങ്ങൾ എഴുതി ഒരു പരാതി കൊടുത്തിട്ടില്ല. ജോയിസ് കുട്ടവരെയും പരാതി കൊടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുമ്പിലുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിദഗ്ധ ഉപദേശം തേടുന്നതിൻ്റെ ഭാഗമായി പത്രിക മാറ്റിവെക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം ഈ കേസിൽപ്പെട്ട പ്രതിക്ക് മത്സരിക്കുന്നതിന് കുഴപ്പമില്ല, ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കട്ടെ എന്നതിനെ നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പത്രിക സ്വീകരിക്കാൻ തയ്യാറായതെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതിനും ഞങ്ങൾ തർക്കം പറഞ്ഞില്ല. പിന്നെന്തിനാണാവോ അദ്ദേഹം ഈ CPMന്റെ തല കയറുന്നത്? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ താൻ ചെയ്ത ചെയ്തിയുടെ തിക്താനുഭവം വരുമ്പോൾ അതിന് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റത്തിൻ്റെ ഭീകരത അദ്ദേഹത്തിന് അറിവുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇക്കാര്യത്തിൽ ചെറിയൊരു പോർഷൻ മാധ്യമ പ്രവർത്തകരോട് എനിക്കുണ്ട്. എന്താ ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ പല ആളുകളും വാർത്ത കൊടുക്കുമ്പോൾ എതിർവാദം, എതിർ സ്ഥാനാർത്ഥിയുടെ പരാതി എന്നൊക്കെ ചില വാർത്തയിൽ വന്നു. ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങളതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പരാതി ഇക്കാര്യത്തിലില്ല. ഓഷിയാൾ മത്സരിച്ചുകൊണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ട്,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇതൊരു ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല. ഈ കേസിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കെല്ലാം അന്നു മുതലുണ്ട്. നിങ്ങൾക്കെല്ലാം അഭിപ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അഭിപ്രായം ഉണ്ടാവണം. ആ അഭിപ്രായം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു നേരിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. നമുക്ക് എല്ലാ ആളുകൾക്കും നമ്മളെ ആശ്രയിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഭാഗമല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് നിർഭയമായി സമീപിക്കാനും നിർഭയമായി അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കാനും അവരോട് അത്തരം കാര്യങ്ങൾ പറയാനും കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വമായി പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉയർന്നു വരണം. അതിന് ഇത്തരക്കാരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അവർ സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദയാണ്. ആ മര്യാദ അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിക്കാൻ ഓർമ്മപ്പെടുത്താനും കഴിയണം. ആ കുട്ടിയുടെ, ഞാൻ മനസ്സിലാക്കുന്ന ആ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ. കുടുംബ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാമല്ലോ. കള്ളക്കേസാണോ, ഇല്ലാത്ത കേസാണോ? ഒരു കുട്ടിയെ കൊണ്ട്, ഒരു പ്രത്യേകിച്ച് അധ്യാപക ദമ്പതികളായ ഒരാളുടെ മകളെ കൊണ്ട് ഇത്തരം ഒരു കേസ് കൊടുക്കാൻ വേറെ ആരെങ്കിലും പറഞ്ഞാൽ തയ്യാറാവും? ഇല്ലല്ലോ. എന്നിട്ട് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ല പ്രതി എന്നതുകൊണ്ട് അവര് ആ കേസിൽ ശിക്ഷിക്കപ്പെടണം പ്രതി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി കാശ് മുടക്കി അവരുടെ കുട്ടിയുടെ ഉണ്ടായിട്ടുള്ള ഈ ഇത്തരം അനുഭവങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തെ എന്തേ കോൺഗ്രസ് നേതൃത്വം കാണാത്തത്? പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന ഞാൻ വായിച്ചു. അഭ്യർത്ഥനയ്ക്ക് അത് പറയുന്നത് LDF നേതൃത്വത്തിന്റെ ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കും എതിരായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് നല്ല കാര്യമാണ്, അതിന് കുഴപ്പമുള്ള കാര്യമില്ല. ഞങ്ങളും പറയുന്നത് ആ വികസനം തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്നാണ്. റോഷി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ജമീല കോളേജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഉള്ള അവസ്ഥയല്ല ചെറുപുഴ പഞ്ചായത്തിലെ ഇന്നത്തെ സാഹചര്യം. നിങ്ങൾ ആര് മാധ്യമ പ്രവർത്തകരും വിലയിരുത്തിയിട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ ചെറുപുഴ ടൗണിലൂടെ അവരുടെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് ചെറുപുഴ ടൗണിൽ ഉള്ള പഞ്ചായത്ത് റോഡുകളിൽ കൂടി പോലും ശരിയാം വണ്ണം ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത റോഡുകളായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ നമ്മുടെ റോഡുകൾ? നമ്മുടെ ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖല UDFന്റെ കാലത്തെ മുരടിപ്പാണോ ഉള്ളത്? അപ്പൊ ആ വികസനം കുറെ കൂടി ചർച്ച ചെയ്യപ്പെടട്ടെ. അത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സംവാദത്തിന് വേദിയാവുകയും നടത്തമാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പാക്കാനുള്ള വികസനങ്ങളും നമുക്ക് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഴിമതിയുടെ കാര്യം പറഞ്ഞു. അഴിമതിയുടെ കാര്യമെല്ലാം പറഞ്ഞിട്ട് രാരിച്ച മാഷയും റോഷിയും കൂടെ അന്യോന്യം ക്ലാസ്സിൽ വെച്ച് തൂക്കിക്കോ. അതിന് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെ തൂക്കിയാൽ ചെറുപുഴയിൽ ആർക്കാണ് തൂക്കം കിട്ടുക എന്നുള്ളത് ചെറുപുഴ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. 5 കൊല്ലമായിട്ട് ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അവസരം പോലും ഈ ഭരണസമിതി ആർക്കും ഒരുക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിഷ്പക്ഷനായ നല്ല കറകളഞ്ഞിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള രാരിച്ചൻ മാഷെ, അതുകൊണ്ടാണ് LDF പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്ന കസേരയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഏതായാലും ഒരു മീൻകടക്കാരനും ഒരു രാരിച്ചൻ മാഷെ കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വന്തം ചെയ്തികളെ മറച്ചു പിടിക്കാൻ അന്യന്റെ മേത്തിട്ടിട്ട് ഒഴിയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വികസന പ്രവർത്തനങ്ങൾ കുറെ കൂടി ചർച്ച ചെയ്യണം. അതിനുവേണ്ടി വേദിയാവും. ആളുകളുടെ വ്യക്തിഹത്യ നടത്താനുള്ള പരിശ്രമം നടത്തിയപ്പോഴും ഞങ്ങൾ അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഷാൻജി ഈ പഞ്ചായത്ത് ഭരണസഭയുടെ ഭാഗമായിരുന്നു ഷാൻജി കലാകാരൻ. ഷാൻജി കലാകാരനെതിരെ ചില ആരോപണം ഉന്നയിച്ചപ്പോൾ ഞങ്ങളതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചത്. ഒരു കാരണവശാലും അതിനോട് കോംപ്രമൈസ് ചെയ്യാനല്ല, നിയമപരമായി നേരിടുക. ജെയ്സൺ പൂക്കളത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏതറ്റം വരെ പോയാലും ശരി ആ കേസ് നടത്തും. 17 കൊല്ലമായിട്ട് ഒരു പന്നിഭാവം നടത്തിയിട്ട് അതോടൊപ്പം പൊതുപ്രവർത്തനം നടത്തി തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ആക്ഷേപിക്കാനാണ് ഈ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് എന്നതുകൂടി കാണേണ്ടതാണ്. അവിടുന്ന് അപ്പോഴും ഞങ്ങൾ മാറി നടന്നതിന്റെ കാര്യം എന്താ? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വികസനം ചർച്ച ചെയ്യപ്പെടണം. ഇനി വരാനുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് CPM ആരെയും വേട്ടയാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരെയും വേട്ടയാടാൻ പ്രശ്നമില്ല.
അതുകൊണ്ട് സ്വന്തം ചെയ്തികൾ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. കോൺഗ്രസ് നേതൃത്വം ഈ ധാർമ്മികയുടെ കാര്യത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണല്ലോ, അവർ തന്നെ ആലോചിച്ചോട്ടെ എന്നാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഭിന്നീകരണത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഘട്ടം പൂർത്തിയായി എല്ലാ വാർഡുകളിലും 20 വാർഡുകളിലും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയായി വരുമ്പോൾ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ എല്ലാ മേഖലയിലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയത്തിലേറ്റി എന്ന് തന്നെ. അത് വാക്കുകളിലല്ല, അവരുടെ സ്നേഹപ്രകടനങ്ങളിലും അവരുമായി സംവദിക്കുമ്പോഴും ഇടതുപക്ഷം തന്നെയാണ് ചെറുപഴയ്ക്ക് നല്ലത് എന്ന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗം ചെറുപഴയിൽ പൂർത്തീകരിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി UDF നിന്ന സമയത്ത് അന്ന് നടന്ന സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ഓർക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പേരിട്ട് ഇന്ന് ഈ ചെറുപുഴയിൽ മത്സരിക്കുന്ന UDFന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് പരിതാപകരമെന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് സീറ്റ് ചർച്ച നടന്ന് പലവട്ടം സീറ്റ് ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഏറെ വിഷമിച്ച ഒരു വാർഡായിരുന്നു 6-ാം വാർഡ്. മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അത് അറിയാവുന്ന വരുന്നു. ഒരു സീറ്റ് തന്നാൽ ആ സീറ്റിനൊപ്പം ഒരു സ്ഥാനാർത്ഥിയെ കൂടി തരുന്ന ഒരു പതിവ് അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 6-ാം വാർഡിലും 7-ാം വാർഡിലും ഒക്കെ കോൺഗ്രസിന് തന്നെ റിബലുകൾ വന്നെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടും. ഇന്ന് അവർ അനുഭവിക്കുന്ന ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യമില്ലായ്മയും അവരുടെ വാർഡുകളിൽ അവരുടെ തന്നെ നേതാക്കൾ ഇറങ്ങി റിബലുകളായി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചെയ്ത അന്നത്തെ ആ ചെയ്യത്തിന്റെ പകരം നിങ്ങൾക്ക് കിട്ടിയതാണ്. അത് അനുഭവിച്ച് മാത്രമേ തീർക്കാൻ പറ്റുകയുള്ളൂ. ഈ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 6-ലും 7-ലും ഒക്കെ റിബലുകളെ നിർത്തിയത് ഞങ്ങളാണ് എന്ന മട്ടിൽ അവിടെ ഒരു പ്രചരണം നടക്കുന്നു. എനിക്കിതിൽ പറയാനുള്ളത്, നിങ്ങളെ കൂടെ ഇത്രയും കാലം നിന്ന് അവരെ നിങ്ങൾ അപഹസിച്ച് പുറത്തേക്ക് വിടരുത്. ഒന്നുമല്ലെങ്കിലും കുറെ കാലം നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ജാഥയ്ക്കും നിങ്ങളുടെ പ്രകടനത്തിനും കൊടി പിടിക്കാനും ബാനർ പിടിക്കാനും ഒക്കെ നടന്ന അവരെ കേരള കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ വിളിച്ച് നിങ്ങൾ റിബല് നിന്നോ എന്ന് പറയുമ്പോഴേ കയറി നിൽക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിയുടെ അപജയം തന്നെ. അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. ഇവിടെ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങളാകമാനം ഈ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത് വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തന്നെ. കേവലം കവലപ്രസംഗം മാത്രം, അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു മാസം കൊണ്ടങ്ങ് തീരും. ജനം ആഗ്രഹിക്കുന്നത് വരുന്ന 5 വർഷത്തേക്ക് ഇന്ന് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്ന ആ വികസന കാഴ്ചപ്പാടും ആ വികസന മുന്നേറ്റവും തുടരണം. അതിന് പറ്റുന്ന ജനപ്രതിനിധികൾ ഓരോ വാർഡിൽ നിന്നും വരണമെന്ന് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞപ്പോൾ തന്നെ 20 വാർഡുകളിൽ നിന്നും ലഭിക്കുന്ന ആവേശകരമായ റിപ്പോർട്ടുകളും ഒക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. ഇനി അങ്ങോട്ട് ആ മുന്നേറ്റം കൂടുതൽ ഉച്ചസ്ഥായിലായി 20 വാർഡുകളിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് അവിടെ പറഞ്ഞ ഒരു വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യേണ്ട എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ധാരണയുണ്ട്. അതിനെ വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമങ്ങൾ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് കോൺഗ്രസിന്റെ വലിയ നേതാവ് വന്ന് ഇവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഈ വിവാദങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വിവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ
ഇടതുപക്ഷം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഇനിയും പരിഹരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ അവശേഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ പിറകെയാണ് ഞങ്ങൾ. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു പോക്സോ കേസ് പ്രതിയുടെ അല്ലെങ്കിൽ കുറ്റാരോപിതന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് എന്നതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇന്നലെ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താണ്. ഒരു പോക്സോ കേസ് കുറ്റാരോപിതന്റെ നോമിനേഷൻ സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന്റെ വിജയമാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു പോക്സോ കേസ് കുറ്റാരോപിതന്റെ നോമിനേഷൻ വാങ്ങുന്നതാണ് കോൺഗ്രസിന്റെ വിജയമെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം. എന്നാൽ ഇടതുപക്ഷം അങ്ങനെയല്ല. അത്തരക്കാരെ മാറ്റി നിർത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ട്, ഒരു ജോസ് ആ വാർഡിൽ മത്സരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് എന്തോ വലിയ അപരാധമാണ്. 6-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് 7-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ? ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജിച്ചൻ മാസ്റ്റർ, അദ്ദേഹം ആ ഭരണസമിതി നടപ്പാക്കിയ ആ 5 വർഷക്കാലം ഒരു സംശയമില്ല ചെറുപുഴ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ അത് ആലേഖനം ചെയ്യുന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഇപ്പൊ ഇവിടുന്ന് കോൺഗ്രസ്സുകാരോട് പറയുന്നു, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണല്ലോ, രാജിച്ചൻ മാസ്റ്ററുമായിട്ട് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഒരു സംവാദം ഏർപ്പെടുത്തണം. ഈ 2 വ്യക്തികളെ 5 വർഷക്കാലം ഈ 2 പേരും പ്രസിഡന്റ് ആയിരുന്നതാണ് ചെറുപുഴ പഞ്ചായത്ത്. ആ വ്യക്തി നടപ്പാക്കി 5 വർഷക്കാലം കൊണ്ട് നടപ്പാക്കിയ വികസനവും, എന്നാൽ രാജിച്ചൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടപ്പാക്കിയ വികസനവും ജനങ്ങൾ അറിയട്ടെ. നിങ്ങളൊരു സംവാദം സംഘടിപ്പിക്കും. ഒരു സംശയമില്ലാതെ പറയാം, നിങ്ങൾ പറയുന്നതിന്റെ ആ 100 മടങ്ങ് വികസന പദ്ധതികൾ, പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നാമനിർദ്ദേശ പത്രികയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയല്ലോ. ഞാൻ നിരപരാധി എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ പാലത്തായി കേസിലെ പത്മരാജൻ അദ്ദേഹത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞത് ഞാൻ നിരപരാധി എന്നാണ്. ആ കേസ് വന്നത് 2020 ജനുവരി ഫെബ്രുവരിയിലാണ്. ആ കേസിന് ആസ്പദമായ സംഭവം സ്വന്തം കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് പത്മരാജൻ. പോലീസ് അന്വേഷിച്ചു, അദ്ദേഹത്തിന് കുറ്റം ചുമത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കെട്ടിച്ചമച്ചതാണ് എന്നാണ് ആ പോലീസ് പറഞ്ഞത്, അന്ന് പറഞ്ഞത് കെട്ടിച്ചമച്ചതാണ്. കുട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്. അന്നത്തെ കേസ് ഇത് 2 സമാനതകളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം കുട്ടികളോട് ഇത്തരം വിഷയങ്ങൾ ചോദിച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. അത് കുട്ടിയുടെ തെറ്റല്ല. അത്രമാത്രം മാനസിക പീഡനം നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഒരു അധ്യാപകനാണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. ആ കുട്ടിയുടെ മാനസിക പ്രയാസം എന്തുകൊണ്ട് കാണുന്നില്ല? പക്ഷേ ഹൈക്കോടതിയിൽ അവിടെ രക്ഷിതാക്കൾ പോയി. സമാനതകളുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ആ കേസിൽ പത്മരാജൻ ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ നിരപരാധി എന്ന് പറഞ്ഞ് അങ്ങനെ കൈകഴുകാനൊന്നും കഴിയില്ല. കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ശിക്ഷ വരുമ്പോൾ നമുക്ക് കാണാം. അത് ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാലും ഞങ്ങൾ നടപ്പാക്കിയ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വോട്ട് കയറുന്നത്. ആ കുട്ടിയുടെ, ഇരയാക്കപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളുടെ, ആ കുട്ടിയുടെ കണ്ണീര് ജനങ്ങൾ കാണണം. അവർക്കൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യങ്ങളെ കൂടി ചേർക്കട്ടെ. ഞങ്ങൾ 10-ാം വാർഡിൽ മത്സരിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി സംശുദ്ധമായ രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്ന, ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന, ഈ നാടിലെ എല്ലാ വികസന പ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരാളെയാണ് മത്സരിക്കുന്നത്.
UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ജോയിച്ചേട്ടനും ജോയിച്ചേട്ടന്റെ ചേർന്നവരുമൊക്കെ ആദരവ് കാണിക്കുകയും അവര് ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട് ഈ മലയോരത്തിന്റെ വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് LDFന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അത് അങ്ങനെ തുടർന്നു പോയതിന്റെ കാര്യം എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അവർ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയെയും അവർ ഉയർത്തിപ്പിടിച്ച വികസന കാഴ്ചപ്പാടുമാണ്. ആ 10-ാം വാർഡിലെ കോഴിച്ചാൽ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ ഉള്ളതാണ്. ഇപ്പൊ അതിന് എന്തെല്ലാം ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ആ റോഡെല്ലാം ഗതാഗത യോഗ്യമാക്കി ആ മലയോര മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരാളെയാണ് ഞങ്ങൾ 10-ാം വാർഡിൽ മത്സരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒരു സംസ്ഥാന നേതാവിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെ മത്സരിച്ചിരിക്കുന്നത് ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന കൂടി തന്നെയാണ്.